ക്രിസ്തുമസ് രാത്രി വടക്കൻ പാട്ടുകളുടെ തിരക്കഥകളും നിരവധി ചിത്രങ്ങളിൽ ശക്തമായ വേഷങ്ങളും ചെയ്തിട്ടുള്ള എൻ ഗോവിന്ദൻകുട്ടിയുടെ ആദ്യ ചിത്രമായ ക്രിസ്തുമസ് രാത്രി റിലീസായത് 1961 ജാനുവരി 28-നാണ്. നീല പ്രൊഡക്ഷൻസിനു വേണ്ടി പി. സുബ്രഹ്മണ്യമാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. കഥ ടി. എൻ. ഗോപിനാഥൻ നായർ, സംഭാഷണം മുട്ടത്ത് വർക്കി. പി. ഭാസ്കരൻ്റെ ഗാനങ്ങൾക്ക് ബ്രദർ ലക്ഷ്മണൻ സംഗീതം നൽകി. എ. പി. കോമള, കമുകറ, പി. ലീല, പി. ബി. ശ്രീനിവാസൻ, ടി. എസ്. കുമരേശൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. കൊട്ടാരക്കര ടി. കെ. ബാലചന്ദ്രൻ, തിക്കുറിശി പറവൂർ ഭരതൻ, ഗോവിന്ദൻകുട്ടി, മിസ് കുമാരി, അംബിക, അടൂർ പങ്കജം, എസ്. പി. പിള്ള, ബഹദൂർ, പഴയ സോമൻ, പങ്കജവല്ലി, കണ്ണമ്മ, കെ. ജി. പരമേശ്വരൻ നായർ എന്നിവരായിരുന്നു താരങ്ങൾ. ഛായാഗ്രഹണം എൻ. എസ്. മണി. കഥ: ഒരു ക്രിസ്മസ് രാത്രി അയൽ വീട്ടിലെ കുട്ടികൾ പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും നിൽക്കുന്നത് കാണാനായിരുന്നു അഡ്വക്കേറ്റ് ജോർജിനും ഭാര്യയ്ക്കും യോഗം. കാരണം അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അഡ്വക്കേറ്റ് ജോർജ് ഒരു ഹൃദ്രോഗി കൂടിയാണ്. ധനവാനും ഉദാരമതിയുമാണ് വല്യേടത്ത് വറീച്ചൻ. അദ്ദേഹത്തിൻ്റെ സഹായത്താൽ വിദേശത്ത് പോയി ഉപരിപഠനം നടത്തി തിരിച്ചെത്തിയ ആളാണ് ഡോക്ടർ മാത്യു. തൻ്റെ മകൾ ഗ്രേസിക്ക് മാത്യു ഒരു നല്ല വരനായിരിക്കും എന്നുകൂടി വറീച്ചൻ കരുതി. വറീച്ചൻ ജോർജിൻ്റെ സുഹൃത്തു കൂടിയാണ്. മാത്യുവിന് ഗ്രേസിയെ വിവാഹം കഴിക്കുന്നതിൽ എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു നിബന്ധന മാത്രം: താൻ പ്രാക്ടീസ് തുടങ്ങിയ ശേഷം മാത്രമേ ഗ്രേസിയെ വിവാഹം കഴിക്കൂ. മാത്യുവിൻ്റെ പിതാവ് അകാല ചരമടഞ്ഞത് പാമ്പ് വിഷമേറ്റാണ്. അതിനൊരു മറുമരുന്ന് കണ്ടുപിടിക്കാനുള്ള ഗവേഷണം, അതും മാത്യുവിൻ്റെ ലക്ഷ്യമായിരുന്നു. അതിനുള്ള സൗകര്യങ്ങൾ വറീച്ചൻ ചെയ്തു കൊടുത്തു. അഡ്വക്കേറ്റ് ജോർജിൻ്റെ നാട്ടിൽ മാത്യു പുതിയ ഒരു ഡിസ്പെൻസറി തുറന്നു. തൻ്റെ ഭർത്താവിനെ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ അറിവുള്ള ഒരു ഡോക്ടർ അടുത്തെത്തിയതിൽ ആനി സന്തോഷിച്ചു. രോഗിയെ നിത്യം സന്ദർശിച്ച് ചികിത്സിക്കുന്ന മാത്യു ആനിയോട് നല്ല പെരുമാറ്റമാണോ, സദാചാരത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കുന്നുണ്ടോ എന്നൊക്കെ അഡ്വക്കേറ്റ് ജോർജ് സംശയിക്കുന്നു. ജീവിതം വേദനാനിർഭരമായി. മാത്യുവിൻ്റെ ഗവേഷണം പുരോഗമിച്ചുകൊണ്ടിരുന്നു. അയാൾ കണ്ടെത്തിയ ഔഷധം ജന്തുക്കളിൽ പ്രയോഗിച്ചു വിജയിച്ചു. ഇനി ഒരു മനുഷ്യ ശരീരത്തിൽ കൂടി പ്രയോഗിക്കുവാൻ പറ്റണം. ഈ തിരക്കുകളിൽപ്പെട്ട് വിവാഹകാര്യം മുന്നോട്ടു പോകാതായപ്പോൾ വറീച്ചൻ തൻ്റെ മകൾക്ക് ഒരു പുതിയ വരനെ അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ മാത്യുവിനെ മാത്രം മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഗ്രേസി വറീച്ചൻ്റെ തീരുമാനം നടപ്പാകാതിരിക്കാൻ നാടുവിട്ടുപോയി. മാത്യു ഒരുനാൾ തൻ്റെ കണ്ടുപിടുത്ത വിജയം ബോധ്യപ്പെടുത്താൻ മറ്റ് ഡോക്ടർമാരെയും പൊതുജനത്തെയും വിളിച്ചുകൂട്ടാനും അവരുടെ മുന്നിൽ വച്ച് ഒരു മനുഷ്യ ശരീരത്തിൽ പ്രയോഗിച്ച് ഫലം കാണിക്കാനും തീരുമാനിച്ചു. എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. സംശയത്തിൽ കുടുങ്ങി ആകെ അവശനായ മറ്റൊരു മനുഷ്യനായി തീർന്ന ജോർജ് മാത്യുവിനോട് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ചു, ആ സന്ദർഭം ഉപയോഗിക്കാൻ. എന്നാൽ ആനിയുടെ ഹൃദയവിശുദ്ധി മനസ്സിലാക്കാനാണ് ജോർജിന് ആ സന്ദർഭം ഉപയോഗപ്പെട്ടത്. എല്ലാ സംശയങ്ങളും മാറി. അപ്പോഴേക്കും ഗ്രേസിയുടെ തിരിച്ചുവരവും നടന്നു. സന്തോഷത്തിലായി എല്ലാവരും. സ്നേഹബന്ധങ്ങൾ ഊട്ടി ഉറപ്പിച്ചു.